കുടുംബം അല്ലെങ്കിൽ ഫാമിലി പാർട്ട് 3. കഴിഞ്ഞ ദിവസം കുടുംബത്തിൻ്റെ പ്രാധാന്യം എന്തെന്നും കുടുംബജീവിതം യേശുക്രിസ്തു എന്തിനാണ് കടന്നു വന്ന് നമുക്ക് നിത്യജീവൻ തന്നിട്ട് അവിടെ സ്വർഗത്തിലൊരു വലിയ സഭ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ ഒരു വലിയൊരു ചേർച്ചയാണ് നമ്മൾ സഭയെന്ന് പറയുന്നത് ഉണ്ടാക്കാനാണ് ദൈവം ആഗ്രഹിച്ചത്. അതുകൊണ്ട് ഭൂമിയിൽ കുടുംബങ്ങൾ ഉലഞ്ഞു പോയാൽ അത് സ്വർഗത്തിനെ അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ദൈവത്തിൻ്റെ അംബാസിഡേഴ്സായിട്ട് നിന്ന് കുടുംബത്തെ നിയന്ത്രിക്കുന്നതിനും കുടുംബത്തെ ഒന്നിച്ചു നിർത്തുന്നതിനും വേണ്ടി നമ്മൾ പ്രയത്നിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത് കുടുംബം എന്ന് പറയുന്നത് ദൈവം സ്ഥാപിച്ച ഒരു സ്ഥാപനമാണ്. ആ കുടുംബത്തിനകത്ത് നമുക്ക് വൻ കാര്യങ്ങൾ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി അവരുടെ ഒരു സ്വഭാവ ശുദ്ധീകരണത്തിനും നല്ല സിറ്റിസൻസായിട്ട് ജീവിക്കാനും വേണ്ടി നമ്മൾ അവരെ അനുഗ്രഹിക്കുന്ന ഒരു സ്ഥലമായിട്ട് അതിനെ കാണണം. നിരന്തരം നമ്മുടെ തലമുറകളെ അനുഗ്രഹിക്കണം. 3 പോയിന്റ് കഴിഞ്ഞ പ്രാവശ്യം കുടുംബത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, 1 കർത്താവ് വന്നത് രക്ഷ തരുന്നതിനും, 2 നമുക്ക് ദൈവത്തിൻ്റെ ക്ഷമ അല്ലെങ്കിൽ ഫൊർഗീവ്നെസ് മാപ്പ് തന്നിട്ട് നമ്മുടെ ബലഹീനതകളെ ക്ഷമിച്ചിട്ട് നമ്മളെ വീണ്ടും ശുദ്ധീകരിച്ച് നിർത്തുന്ന ഒരു സ്ഥലമാണ് കുടുംബം. 3 അവിടെയാണ് ബന്ധങ്ങൾ ഒലഞ്ഞു പോകാതെ ഉറപ്പിച്ച് നിർത്തുന്ന ഒരു സ്ഥലം. അവിടെയാണ് ആ മാതാപിതാക്കളുടെ പിതൃത്വത്തെക്കുറിച്ച്. പിതൃത്വം എന്ന് പറയുമ്പോൾ ഒരു കംഫർട്ട് സോണാണ്. അതായത് വി ആർ സേഫ് ഇൻ ദിസ് പ്ലേസ്. അപ്പം അത് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ, വീടില്ലാതെ റോഡിൽ കിടക്കുന്നവർക്ക് പലരും സാക്ഷ്യം പറഞ്ഞു കേട്ടിട്ടുണ്ട്. റോഡിൽ കിടന്ന് ഉറങ്ങുന്ന ഉടനെ ഏത് ശബ്ദം കേട്ടാലും നമ്മൾ പേടിച്ച് എഴുന്നേറ്റ് പോകും. കാരണം നമുക്ക് ഒരു ഉറപ്പില്ല വേലിയുണ്ടെന്ന്. സോ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ എത്രയോ സുഖമായിട്ട് കിടന്ന് വീട്ടിൽ ഉറങ്ങുന്നതിൻ്റെ റീസൺ ദർ ഇസ് എ വാൾ ഓഫ് പ്രൊട്ടക്ഷൻ അറൗണ്ട് ദ ഫാമിലി മെമ്പേഴ്സ്. അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെ ദൈവം നമ്മളെ ദത്തുമക്കളാക്കി മാറ്റിയതാണ്. ഈ യോഹന്നാൻ്റെ സുവിശേഷം 1:12 ഇങ്ങനെ പറയുന്നുണ്ട്. 1:12 ഇങ്ങനെയാണ് പറയുന്നത്, ദൈവം നമ്മളെ ഏറ്റെടുത്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം കഴിവുകൊണ്ടൊന്നുമല്ല. പിന്നെ എങ്ങനെ പറയുന്നു, അവന് ക്രിസ്തുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ, മക്കൾ കുടുംബത്തിൻ്റെ പദവിയാണ് അവിടെ, ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലും അല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലും അല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. വചനം ജഡമായി തീർന്നു, കൃപയും സത്യം നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പം നമ്മളോട് പറയുന്നത് മനുഷ്യൻ്റെ കഴിവുകൊണ്ടല്ല, രക്തത്താലല്ല, പിന്നെയോ പുരുഷൻ്റെ ഇഷ്ടത്താലല്ല, ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കും. വചനം ജഡമായിട്ട് ക്രിസ്തു നമ്മളെ തൻ്റെ മക്കളാക്കി മാറ്റാൻ, പിതാവാം ദൈവത്തിൻ്റെ മക്കളാക്കാൻ വേണ്ടി ക്രിസ്തു തൻ്റെ രക്തം നമുക്ക് കൊടുത്തിട്ട് നമ്മളെ വിലയ്ക്ക് വാങ്ങിയവരാണ്. അപ്പോൾ നമ്മൾ അടിമത്വത്തിൽ കിടന്നവരെ, അതായത് സ്ലേവ്സ് ആയിരുന്നവരെ ദൈവം തൻ്റെ രക്തം മറുവിലയായിട്ട് കൊടുത്ത് വാങ്ങിച്ച മക്കളാണ് കുടുംബത്തിലെ ഓരോ വ്യക്തികൾ. അതിന് വലിയ പ്രധാനമാണ്. നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നിൽക്കുവാൻ ദൈവം നമ്മളെ പഠിപ്പിക്കും. പിന്നെ നമ്മൾ എപ്പോഴും ദൈവം തൻ്റെ സ്നേഹത്തെ നമുക്ക് തരാൻ വേണ്ടി ആഗ്രഹിക്കുക. നമുക്ക് വേണ്ടി അവൻ എന്ന് നമ്മുടെ ആ സ്നേഹം കിട്ടാൻ, അല്ലെങ്കിൽ നമ്മളുടെ അടുക്ക വന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. കർത്താവ് ക്രൂശിൽ കിടന്ന് അവസാനമായിട്ട് വിളിച്ചു പറഞ്ഞത്, പിതാവേ എന്നെ നീ എന്തുകൊണ്ട് മറന്നു. അപ്പം പിതാവിൽ നിന്നുള്ള ബന്ധം അകന്നു പോകുന്നത് പുത്രനെ സഹിക്കമേയാത്ത ഭാരമാണ്. അത് പാപം വരുമ്പോഴേ സംഭവിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു വിളിച്ചു പറയുന്നത്, ഏലി ഏലി ലമാ സബക്താനി, അതായത് ദൈവമേ, പിതാവാം ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്. അപ്പം പിതാവൊന്നും അനങ്ങിയില്ല. കാരണം എന്താണെന്നോ, ഇതിൽ കൂടെ പോയെങ്കിൽ, യേശു അത് വഹിച്ചെങ്കിൽ മാത്രമേ നമ്മളെ തൻ്റെ മക്കളാക്കി മാറ്റുവാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ക്രൂശിൽ കിടന്ന് യേശു ക്രിസ്തു പറയുന്നത്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, സകലതും പൂർത്തിയാക്കി. എവിടെ? ക്രൂശിൽ. ഈ സിമ്പിൾ ട്രൂത്ത്സ് മനസ്സിലാക്കിയാൽ, ഈ വളരെ സത്യങ്ങൾ, ഈ പ്രധാനപ്പെട്ട ചില സത്യങ്ങൾ മനസ്സിലാക്കിയാൽ, ഞാൻ ഇപ്പോൾ കുടുംബത്തിൻ്റെ അംഗമായി കഴിഞ്ഞൊരു വ്യക്തി, അപ്പോൾ യേശു ക്രിസ്തു, പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ്, നമ്മൾ അവൻ്റെ ക്രിസ്തുവിനോട് ചേർന്നൊരു കുടുംബമായാൽ, എന്നെ ശക്തി ഭൂമിയിലുണ്ടെങ്കിൽ അവന് നമ്മളെ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകാൻ ഒക്കത്തില്ല. ഹൂ ക്യാൻ ടേക്ക് അവേ ഫ്രം ഹിസ് ലവ്? അവൻ്റെ ദിവ്യ സ്നേഹത്തിൽ നിന്നും അവൻ്റെ കയ്യിൽ നിന്നും ആർക്കും എടുത്തുകൊണ്ട് പോകാൻ സാധിക്കും? അങ്ങനെ ഒക്കത്തില്ലെന്ന് വചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പം ദൈവം നമ്മുടെ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്നു എന്ന് പറയുമ്പം അതെങ്ങനെ മനസ്സിലാക്കണം എന്ന് വെച്ചാൽ, പിതാക്കന്മാർ, അപ്പനും അമ്മമാരും മക്കൾ പ്രായമായി കഴിയുമ്പോൾ അവരുടെ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്ന നമുക്ക് വ്യക്തമായിട്ട് കണ്ടിട്ടുണ്ടോ? ചില പ്രായമേറിയ അപ്പനും അമ്മയൊക്കെ അല്ലേ മരിക്കാൻ നേരത്ത് ഒരു മരിക്കാതെ കിടക്കും. എന്താണെന്ന് വെച്ചാൽ, ഒരു പക്ഷേ അവർക്ക് ഇഷ്ടമുള്ള ഒരു മകൻ ദൂരെ എവിടെയോ ആണ്.
അവൻ തിരിച്ചു വരുന്നിടം വരെ ഇവരുടെ ആത്മാവ് ഇവിടുന്ന് പോവുകയില്ല. എന്നാൽ അവർ വന്നു കഴിയുമ്പോഴത്തേക്ക് അവർ പിറ്റേ ദിവസം അല്ലെ ഒരാഴ്ചയൊക്കെ മരിക്കുന്നതാണ്. എന്താ? അവരുടെ ആ ദിവ്യമായ സ്നേഹം ആ മക്കളിൽ നിന്ന് കിട്ടാൻ അപ്പനും അമ്മയും ആഗ്രഹിക്കുകയാണ്. നമ്മൾ സ്നേഹം ഒരു സൈഡിൽ കൂടെ മാത്രം കൊടുക്കുന്നത്, മാതാപിതാക്കളിൽ നിന്ന് മക്കളിലേക്ക് കൊടുക്കുക, എല്ലാം ഇപ്പം കൊടുക്കുന്നൊരു സ്വഭാവം. മേളിൽ നിന്ന് നദി ഒഴുകുക. പക്ഷെ നമ്മൾ മക്കളെ കൂടെ പഠിപ്പിക്കുകയാണ്, ഇല്ല, നിങ്ങളും തിരിച്ച് ദൈവാത്മാവിൽ മാതാപിതാക്കളെ സ്നേഹിക്കണം. അതായത് മക്കൾ അപ്പനെ കരുതുന്ന മക്കളോടുള്ള സ്നേഹം ഒരു പ്രത്യേക സ്നേഹമാണ്. ആ സ്നേഹത്തിലേക്ക് കടന്നു വരാൻ നമ്മൾ മക്കളെ പഠിപ്പിക്കുന്നില്ല. എല്ലാവർക്കും വേണ്ടത് കൊടുത്ത് മറ്റുള്ളവരുടെ മുമ്പിൽ അവരെ ഏതാണ്ട് വലുതായിട്ട് അവരായിട്ടില്ല, ആകാത്ത സ്ഥിതിയിൽ ഏതാണ്ട് കാണിച്ചു വെച്ച ഒരു ആർട്ടിഫിഷ്യൽ ലൈഫ് വളർത്തുന്നതിന് പകരം ദൈവത്തിൻ്റെ വിശുദ്ധിയിലും സ്നേഹത്തിലും ആ സ്നേഹത്തിൽ, അതായത് ക്രിസ്തു സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ അന്യോന്യം സ്നേഹം ആവശ്യമുണ്ട് എന്ന് കുടുംബത്തിൽ പഠിപ്പിച്ചെടുക്കണം. അപ്പം ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് തിരുവല്ലയിലാണ്. അവരുടെ കുടുംബത്തിൻ്റെ മോട്ടോ, അതായത് ഓരോ കുടുംബത്തിനും ഓരോ മോട്ടോ ഉണ്ട്. അതിനകത്ത് അവർ എഴുതിയിരിക്കുന്നത് അമോർ വിൻസിക്റ്റ് ഓമിനിയ, അതായത് ലവ് കോൺക്വേഴ്സ് ഓൾ. അത് ഏത് പ്രശ്നം വന്നാലും സ്നേഹം കൊണ്ട് മാത്രമേ അത് പരിഹരിക്കാനോ. ഇതാണ് എംബ്ലമായിട്ട് അവിടെ വെച്ചിരിക്കുന്നത്. ആ എംബ്ലത്തിന് വലിയ മീനിങ് ഉണ്ട്. സ്നേഹത്തിന് പരിഹരിക്കാൻ വയ്യാത്ത ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ എത്ര പേർക്ക് സ്നേഹമുണ്ട്? ഒന്ന് പറഞ്ഞ് രണ്ടാമത് എടുത്തു ചാടുന്ന സ്വഭാവക്കാരുണ്ട്, അത് പേടിപ്പിക്കുന്നതാണ്. പിന്നെ ഒന്ന് പറഞ്ഞിട്ട് രണ്ടാമത് മിണ്ടാതിരിക്കുന്നവരുണ്ട്, അതും സ്നേഹക്കുറവാണ്. പിന്നെ ഇതൊന്നുമല്ല, നമ്മുടെ ഉള്ളിലകത്ത് വിദ്വേഷം വെച്ചിട്ട് പുറമേ സ്നേഹം കാണിക്കുന്നുണ്ട്. ഇതൊന്നും ശരിയല്ല. അതുകൊണ്ട് ഇന്ന് നമുക്ക് കർത്താവിന് മുമ്പിൽ വളരെ സിൻസിയറായിട്ട്, ട്രാൻസ്പെറൻ്റ് ആയിട്ട്, വെള്ളത്തിൻ്റെ മുമ്പിലേക്ക് നമ്മുടെ മുഖം വന്ന് നോക്കുമ്പം കാണുന്നത് പോലെ, ദൈവമേ എൻ്റെ ഉള്ളിലേക്ക് നീ നോക്കിയിട്ട് ദൈവസ്നേഹത്തിൻ്റെ കുറവ് എവിടെയാണ് എൻ്റെ കുടുംബത്തിലുള്ളതെന്ന് വെച്ചാൽ ആ വിടവ് കണ്ടുപിടിച്ച് എന്നിട്ട് അവിടെ ജീവൻ്റെ രക്തം ഒഴിച്ചിട്ട് കർത്താവ് നീ അത് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ നമ്മൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ കുടുംബജീവിതം ഒരു സ്വർഗമാക്കി മാറ്റാൻ ദൈവത്തിന് സാധിക്കും. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത് കുടുംബത്തിൽ നമുക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. എന്തിന്? നമ്മുടെ ആശയവിനിമയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ. നമ്മൾ ഏതൊരു കാര്യത്തിലും മറ്റുള്ളവരെ താഴ്ത്തി പറയാതെ അവരുടെ ബലഹീനത കണ്ടിട്ട് അത് പൊതിഞ്ഞു വെച്ചിട്ട് അവരുടെ നന്മ മാത്രം പൊക്കി കാണിക്കുന്ന ഒരു സ്ഥാപനമാക്കി കുടുംബത്തെ മാറ്റാൻ നമുക്ക് സാധിക്കും. അങ്ങനെയുള്ള ഭവനമെന്ന് ചിന്തിക്കുമ്പം സത്യം പറഞ്ഞ ഒരു കൂട്ടുകുടുംബത്തെക്കുറിച്ചാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. വല്യപ്പച്ചന്മാരും വല്യമ്മച്ചിമാരും ഉള്ളവർ, പിന്നെ മാതാപിതാക്കളെ, പിന്നെ മക്കളെ, പിന്നെ ജോലിക്കാർ, അവിടെ കൂടെയുള്ളവർ. അപ്പം നമ്മൾ കാണേണ്ടത് ഈ ഇന്നർ സർക്കിളിലെ ദൈവവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന് പറഞ്ഞതുപോലെ തന്നെ അപ്പനും അമ്മയും സ്വന്തം മക്കളും ഒരു ഇന്നർ സർക്കിളാണ്. അത് കഴിയുമ്പോഴത്തേക്കാണ് അതിന് ചുറ്റുപാടുള്ള ഫാമിലി മെമ്പേഴ്സ്. അത് കഴിഞ്ഞിട്ടേ പുറത്തോട്ട്. ഈ സർക്കിൾ ഒരിക്കലും ബ്രേക്ക് ചെയ്യരുത്. അത് നിർബന്ധമാണ്. അത് ഈ കാലയളവിൽ അത് പഠിപ്പിച്ചെടുക്കണം. കാരണം കുഞ്ഞുങ്ങൾ ദൂരെ പഠിക്കാൻ പോകുന്നതോടുകൂടി അവരുടെ ഫ്രണ്ട്സാണ് കുടുംബത്തെക്കാട്ടി വലുത്. ഒരു പ്രായമാകുമ്പോഴത്തേക്ക് ഇവർ തിരിച്ചറിയുമ്പോഴത്തേക്ക് ദേ ഓൾറെഡി ഹാവ് അതർ ചിൽഡ്രൻ, ദെയർ ചിൽഡ്രൻ ഹൂ ഹാസ് ദ സെയിം ഓപ്പോസിറ്റ് തിങ്കിങ്. അതായത് നമ്മൾ വളർത്തിയ കുഞ്ഞുങ്ങൾ നമ്മൾ പറയുന്നത് ശരിയാണെന്ന് മനസ്സിലാക്കി വരുമ്പോഴത്തേക്ക് അവരുടെ കുഞ്ഞുങ്ങൾ അവർക്കെതിരായിട്ട് നിൽക്കുന്നത് നമ്മൾ കാണാം. ഇതൊരു നാച്ചുറൽ ഫ്ലോയാണ്. പക്ഷെ അതിൽ നിന്ന് നമുക്ക് മാറ്റാൻ സാധിക്കും. നമ്മളെ സത്യം അറിയുമ്പോൾ സത്യം നമ്മളെ സ്വതന്ത്രമാക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പറയുന്നത് സ്നേഹത്തിൻ്റെ കൊടക്കീഴിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ സ്നേഹം കൊണ്ട് എല്ലാം നേടിയെടുക്കാൻ പഠിക്കണം. അപ്പോൾ 5-6 പോയിൻറ്റ്സ് പറഞ്ഞതിനകത്ത് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നതൊക്കെയാണ്. കർത്താവ് വന്നിരിക്കുന്ന കുടുംബത്തെ സ്ഥാപിക്കാൻ തന്നെയാണ്. കുടുംബത്തിൽ സ്നേഹം വരണമെങ്കിൽ പരിശുദ്ധാത്മാവ് വരണം. പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പം ആത്മാവിന് മരണമില്ലാത്ത ആത്മാവാണ് പരിശുദ്ധാത്മാ. നിത്യമായ ജീവൻ വരണമെങ്കിൽ യേശു ക്രിസ്തു കടന്നു വരണം. അങ്ങനെ ഒരു കുടുംബത്തിൽ നമ്മൾ കടന്നു വരുന്നു എങ്കിൽ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കും. നമ്മുടെ മേൽ വലിയ അനുഗ്രഹങ്ങളെ ഒഴുക്കി തരാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അപ്പം ബന്ധങ്ങൾ സ്ഥാപിക്കണം. നിത്യമായ നിലനിൽക്കുന്ന സ്വർഗീയ കുടുംബത്തിൻ്റെ അംഗങ്ങളാണ് നമ്മളെന്നുള്ള ബോധത്തോടുകൂടി ഈ ഭൂമിയിലുള്ള കുടുംബങ്ങൾ അതിൻ്റെ അടിയിൽ വരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചറിനകത്ത് വരുന്ന ചെറിയ ചെറിയ തോണികളായിട്ട് നമ്മളെ കാണാമെങ്കിൽ കുടുംബം ഒരു ഐശ്വര്യമായിട്ട് നമുക്ക് സ്ഥാപിക്കാൻ ഒക്കും. ഇറ്റ്സ് നെവർ ടു ലേറ്റ്.
You are not lost. You are still acceptable before God. Our family is precious. Our family name is precious. അതിനകത്ത് ബലഹീനതയൊക്കെ കാണും. സ്വർഗത്തിൽ സ്ഥാപിച്ച ഒരു സ്ഥാപനം തന്നെയാണ് എൻ്റെ കുടുംബം എന്ന് എത്ര പേർക്ക് പറയാനുള്ള ധൈര്യമുണ്ട്? കുടുംബത്തിൻ്റെ വലിപ്പത്തെ അല്ല ഞാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ യേശുക്രിസ്തുവിൻ്റെ വംശാവലിയിൽ ആദ്യമൊക്കെ രാജാക്കന്മാരുണ്ട്, പിന്നെ വേശ്യമാർ വരെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് വാട്ട് ഐ ആം ടെല്ലിങ് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ പേഴ്സണാലിറ്റി. ദൈവം സ്ഥാപിച്ച സ്ഥാപനത്തിന് ഒരു വലിയ പ്രാധാന്യമുണ്ട്. എനിക്ക് ഈ കഴിഞ്ഞ വർഷത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചെറിയ ഈരടി എൻ്റെ കൂടെ സ്നേഹത്തെക്കുറിച്ച് എൻ്റെ മനസ്സിൽ തട്ടിയത് ഇതാണ്: സ്നേഹമാണ് ഭൂമിയുടെ ഏറ്റവും വലിയ ഒന്നിച്ചു നിർത്തുന്ന കണ്ണി. സർവോപരി സ്നേഹമാണ് എല്ലാത്തിനും മുമ്പിൽ നമുക്ക് വേണ്ടിയത്. സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ. അതിനൊരു ഈരടി എൻ്റെ മനസ്സിൽ വരുന്നത് ഇതാണ്, ഞാൻ എപ്പോഴും പാടുന്നത്. സ്നേഹമെന്ന വാക്കിനർത്ഥം ഭൂമിയിൽ ജീവിതം കൊണ്ടങ്ങു പൂർത്തിയാക്കുമ്പോൾ സ്നേഹം സഹനമാണെന്നു ഞാൻ അറിയുന്നു. സ്നേഹം ബലിയായി തീരുന്നു, ചങ്കും ചോരയുമേകുന്നു, സ്നേഹം കുർബാനയായി മാറുന്നു. അതാണ് ജീവിതം, സ്നേഹം. ഈ കുർബാന എന്ന് പറയുന്നത് ദൈവം തമ്പുരാൻ ക്രൂശുമരണത്തിന് മുൻപേ കർത്താവ് എൻ്റെ ശരീരവും എൻ്റെ രക്തവും ഞാൻ നിങ്ങൾക്ക് തരുന്നു. ആ ഓർമ്മയ്ക്കാണ് നമ്മൾ ഇന്നും കുർബാന അനുഭവിക്കുന്നത്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം ഓരോ പ്രാവശ്യം നമ്മൾ തിരുശരീരം അനുഭവിക്കുകയായിരിക്കും, കുർബാന അനുഭവിക്കുകയായിരിക്കും, എപ്പോഴാണ് ചെയ്യുന്നത്? ആ സ്നേഹത്തിലേക്ക് കടന്നു വന്നിട്ട് ആ സ്നേഹത്തിൻ്റെ ഒരു പകർപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രതിച്ഛായ എൻ്റെയും നിങ്ങളുടെയും കുടുംബത്തിലുണ്ടാകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ഒരു വർഷത്തിൽ തുടങ്ങുമ്പോൾ നമുക്ക് ഏതായാലും ജാനുവരി മാസമാണ്. അനേക കുടുംബങ്ങളിലേക്ക് ഇത് വെളിച്ചവും പ്രകാശവുമായിട്ട് വളരെ സിമ്പിളായിട്ട് ദൈവം പറഞ്ഞു തന്നിരിക്കുന്ന സത്യമാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ. കർത്താവെ, സകലത്തിനെയും ഒന്നിച്ചു നിർത്തുന്നത് സ്നേഹമാണ്. ക്രിസ്തു എന്ന് പറയുന്നത് സ്നേഹം തന്നെ. പിതാപുത്ര പരിശുദ്ധാത്മാവ് സ്നേഹത്തിൻ്റെ ആഴത്തിൽ കർത്താവ് ഒന്നിച്ചു നിൽക്കുന്നത് പോലെ കർത്താവ് പെർഫെക്റ്റ് ലവ് കാസ്റ്റ് ഔട്ട് ദ ഫിയർ. അതായത് കർത്താവ് ദൈവത്തിൻ്റെ വിശുദ്ധ സ്നേഹം ഭയത്തെ പുറന്തള്ളുന്നു. പല കുടുംബങ്ങളിലും ഭയം, സംശയം, വിദ്വേഷം, ഈഗോ ഇതെല്ലാമാണ് തടസ്സങ്ങളായിട്ട് നിൽക്കുന്നത്. അതെല്ലാം എടുത്തു മാറ്റാനായിട്ട് ക്രൂശിൻ്റെ സ്നേഹമല്ലാതെ ഒന്നും മുമ്പിൽ നിൽക്കുന്നില്ല. ഒരാൾ വാശി പിടിക്കും, മറ്റേ ആൾ അന്തരാത്മാവിൽ ഒരു ചെറിയ പാട്ടെടുത്ത് ദൈവത്തിൻ്റെ മുമ്പിൽ പാടാനുള്ള കൃപ കിട്ടിയാൽ ഏത് പിശാചും ഓടും. വീടിന് ചുറ്റും വേലി കെട്ടിത്തരണം. ദൈവം എങ്ങനെ ചെയ്താലും നന്മയ്ക്കായിട്ട് മാറ്റിത്തരത്തുള്ളൂ, തിന്മയ്ക്ക് വരത്തില്ല. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പം ഏത് പ്രശ്നവും കുടുംബജീവിതത്തിനകത്ത് നിന്നുകൊണ്ട് പരിഹരിച്ചെടുക്കാൻ അപ്പച്ചൻ സ്ഥാപിച്ച ഏറ്റവും വലിയ സ്ഥാപനമാണ് കുടുംബം. ഈ കാലയളവിൽ കുടുംബത്തെക്കുറിച്ചിന് പ്രാധാന്യം കൊടുക്കാതെ, ചെറുപ്പക്കാർ കുടുംബജീവിതത്തിലേക്ക് വിവാഹത്തിലേക്ക് കയറാതെ, കർത്താവെ കുഞ്ഞുങ്ങളെക്കുറിച്ച് കുഞ്ഞുങ്ങളുണ്ടാണെന്നുള്ള ചിന്തകൾ പോലും ഇല്ലാതെ സുഖത്തിന് മാത്രം ജീവിക്കുന്ന മക്കളായിട്ട് മാറാതെ അവർക്കൊക്കെ ഒരു വിടുതൽ കൊടുത്തിട്ട് ദൈവത്തിൻ്റെ സത്യത്തിലേക്ക് കടന്നു വന്ന് മാറ്റമില്ലാത്ത വചനത്തിൽ ഉറച്ചു നിൽക്കാൻ തക്കവണ്ണം കുഞ്ഞുങ്ങൾക്ക് നീ വഴി തെളിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സത്യം അറിയേണ്ടവർക്ക് എപ്പോഴും സത്യം അടുത്തുണ്ട്. കർത്താവെ, നിൻ്റെ സത്യത്തെ മനസ്സിലാക്കുവാൻ ജോസഫിനോട് സംസാരിച്ചതുപോലെ, ദാവീദിനോട് സംസാരിച്ചതുപോലെ, ദാനിയേലിനോട് സംസാരിച്ചതുപോലെ കർത്താവെ അവിടുന്ന് കുഞ്ഞുങ്ങളോട് സംസാരിക്കണമേ. എസ്തേറിനെ കുറിച്ച് പറയുമ്പം അപ്പനമ്മ കൂടെ ഇല്ലായിരുന്നു കർത്താവെ. എന്നിട്ടും ദെബോറയെക്കുറിച്ച് വായിക്കുമ്പോൾ, റൂത്തിനെ കുറിച്ച് വായിക്കുമ്പോൾ ഇവരാരും ദൈവത്തിൻ്റെ കുലത്തിൽ നിന്ന് വന്നവർ പോലും അല്ല. എന്നിട്ടും നീ അവരോട് ഇടപെട്ടെങ്കിൽ ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള ഓരോ അംഗങ്ങളോടും അവിടുന്ന് ഇടപെട്ടിട്ട് കടന്ന് തിരിച്ചു വന്ന് ദൈവത്തിൻ്റെ ആ കൊടക്കീഴിൽ നിന്ന് കുടുംബം സ്ഥാപിച്ചെടുക്കാൻ അനുഗ്രഹിക്കണമേ. മാതാപിതാക്കളും അപ്പനും അമ്മയും കൊച്ചുമക്കളും എല്ലാവരും ഒന്നിച്ച് സന്തോഷിക്കുന്ന ഒരു സ്ഥാപനമാക്കിയതിനെ മാറ്റിയെടുത്തിരിക്കുന്നതിനാൽ സ്തോത്രം. അവിടുന്ന് പ്രാർത്ഥനയുടെ ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.